ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി അപ്ഡേറ്റ്സ് ആണ്. നമ്മളിപ്പോൾ അതുപോലെ തന്നെ ഈ ആഴ്ച റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവികൾ ഏതെന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ആഴ്ച എന്ന് പറയുന്നത് നമ്മൾ 2024 ജനുവരി മാസം സെക്കൻഡ് വീക്ക് റിലീസ് ചെയ്യുന്ന മൂവിലേക്കാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വീക്ക് ഏകദേശം മലയാളത്തിൽ 2 ചിത്രങ്ങൾ റിലീസ് ചെയ്ത് 2 ചിത്രങ്ങളും മോശമല്ലാത്ത അഭിപ്രായം ആണ് കേൾക്കുന്നത്. അതിൽ നമ്മൾ ആട്ടം എന്ന് പറഞ്ഞ മൂവിയുടെ ഡീറ്റെയിലായി റിവ്യൂ ചെയ്തിട്ട് കാണാത്തിട്ടുണ്ടെന്ന് ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. നമ്മളിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ജനുവരി 11 12 റിലീസ് ചെയ്യുന്ന മൂലം സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ജനുവരി 11 റിലീസ് ചെയ്യുന്ന മൂലം നമുക്ക് ഏതാണെന്ന് നോക്കാം. ജനുവരി 11 റിലീസ് ചെയ്യുന്ന ഒരു മലയാള ചിത്രം മാത്രമാണ്. എബ്രാം മോസിൽ എന്നാണ് മൂടെ പേര്. മിഥുൻ ഇമാൽ തോമസ് ഇതിൻ്റെ ഡയറക്ഷൻ തിരക്കഥ രചിച്ചിട്ടുള്ളത്. ഇതിൽ കാസ്റ്റിംഗ് നോക്കിയ ജയറാം, മമ്മൂട്ടി, അനശ്വരാജ്, ജഗദീഷ് തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗാണ് വന്നിട്ടുള്ളത്. ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലറാണ്. ഒരുപാട് ആരാധകർ കാത്തിരിക്കുന്ന മൂവിയാണ് നമ്മുടെ എബ്രാം മോസിൽ എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ മോസിലെ കുറിച്ച് പറയുമ്പോൾ 5ാമത് ലെവലൊക്കെ പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും തന്നെ പറയാം, 5ാമത് എന്ന് പറഞ്ഞ ചിത്രം അവിടെ റിലീസ് ചെയ്ത് അവസാനിപ്പിച്ച കഥയാണ്. നമുക്ക് എന്തായാലും എബ്രാം മോസിലിനെ ഓസിലായി തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കാണാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നിരാശ സമ്മാനിക്കില്ല. കമ്പയർ ചെയ്യാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പുതിയ ചിത്രം കാണുന്ന രീതിയിൽ തന്നെ സമീപിച്ചാൽ ഒരു പക്ഷേ നിരാശ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. കാരണം ജയറാമിൻ്റെ ശക്തമായ തിരിച്ചുവരുമെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അതുപോലെ നമ്മുടെ മമ്മൂക്കയുടെ ഗസ്റ്റ് റോൾ വരുന്നുണ്ട്. ഇത് വില്ലൻ എന്ന കഥാപാത്രം ആരാണെന്നുള്ള ആകാംക്ഷ എല്ലാവർക്കും ഇപ്പോഴും തന്നെയുണ്ട്. കാരണം ഇതിൽ അവർ പറയുന്നുണ്ട് ഇതൊരു ഇൻട്രബിളിൽ തൊട്ടുമ്പോൾ പഞ്ചോടുകൂടി ഇൻട്രബിലും അവസാന ക്ലൈമാക്സിലും ട്വിസ്റ്റും ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഓസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ജനുവരി 11 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ജനുവരി 12 നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തമിഴ് ചിത്രം റിലീസ് ചെയ്യുന്ന ദിവസമാണ് ജനുവരി 12. ഒന്നാമത്തെ ചിത്രം ശിവകാർത്തിൻ്റെ മൂവിയാണ്. അയലാൻ എന്നാണ് മൂവിയുടെ പേര്. ഇതൊരു എന്താ പറയുക, ഒരു സയൻസുമായി ബന്ധപ്പെട്ടുള്ള മൂവിയാണ്. അയലാൻ എന്ന് പറഞ്ഞ മൂവി ഒരു അന്യഗ്രഹ ജീവിയുമായി ബന്ധപ്പെട്ടുള്ള കഥയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ട്രെയിലർ കണ്ടപ്പോൾ അത്യാവശ്യം പ്രോമിസ് തന്നെയാണ്. എനിക്ക് നല്ല ഇതിനെ ട്രെയിലർ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഫസ്റ്റ് ഡേ കാണാൻ ഉദ്ദേശിച്ചുള്ള മൂവി തന്നെയാണ് അയലാൻ എന്ന് പറഞ്ഞ മൂവി. നല്ലൊരു പടമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ജനുവരി 12 റിലീസ് ചെയ്യുന്ന മറ്റൊരു മൂവിയാണ് ഹനുമാൻ എന്നാണ് മൂവിയുടെ പേര്. ഇതിൽ കുറച്ച് മുമ്പ് ടീസർ ട്രെയിലർ റിലീസ് ചെയ്തിരുന്നു. ഒരു പുതുമുഖ നായകനെ ഇതിൽ കഥാപാത്രമായി ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു പാനന്ത മൂവിയാണ്. കാരണം ഇതിൽ തെലുങ്ക് കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷ റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് മൂവി, ഒരു ആനിമേഷൻ മൂവി തന്നെ ഹനുമാൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ജനുവരി 12 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജനുവരി 12 റിലീസ് ചെയ്യുന്ന മറ്റൊരു മൂവി ക്യാപ്റ്റൻ മില്ലർ എന്ന മൂവിയുടെ പേര്. ധനുഷാണ് ഇതിൽ പ്രധാന കഥാപാത്രമായി ചെയ്യുന്നത്. പ്രിയങ്കയാണ് അതിൽ നായകകഥാപാത്രമായി ചെയ്യുന്നത്. ഇതിൽ ശിവരാജ് കുമാറും മറ്റൊരു കഥാപാത്രമായി ചെയ്യുന്നുണ്ട്. സന്ദീപും മറ്റൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഇത്ര ഒരു താരനിരയൊക്കെ ഉണ്ട്. ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തപ്പോൾ എനിക്ക് ഒട്ടും തന്നെ എന്താ പറയുക, വളരെ പ്രതീക്ഷ കൂടി തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ മില്ലറിൽ ഒട്ടും തന്നെ മുന്നേ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് എന്തായിരിക്കും ധനുഷിന് സിനിമ പടം പോലെ തോന്നുന്നു. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. കാരണം എൻ്റെ BGM ആണെങ്കിലും വർക്കൗട്ട് ആവുന്ന രീതിയിൽ തന്നെയാണ് സമീപിച്ചിട്ടുള്ളത്. ജനുവരി 12 ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തമിഴും കന്നഡ, തെലുങ്ക് ഭാഷ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരേ സമയം. അപ്പോൾ ക്യാപ്റ്റൻ മില്ലർ ഗംഭീരമായിട്ടുള്ള വിജയം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്റർ എക്സ്പീരിയൻസ് വാച്ച് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ട്രെയിലറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധനുഷിൻ്റെ കയ്യിൽ തന്നെ വലിയൊരു ബിഗ് ബഡ്ജറ്റിൽ വരുന്ന മൂവിയാണ് ക്യാപ്റ്റൻ മില്ലർ. ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന മൂവി തന്നെയാണ്. ഞാനും കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും നല്ല വിജയം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ജനുവരി 12 റിലീസ് ചെയ്യുന്ന മൂവിയുടെ ക്രിസ്മസ് എന്നാണ് മൂവിയുടെ പേര്. കത്രീന കൈഫും അതുപോലെ തന്നെ വിജയ് സേതുപതിയും ഒന്നിക്കുന്ന മൂവിയാണ്. ഹിന്ദിയും തമിഴിലാണ് ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ത്രില്ലർ മൂവിയാണ്. ട്രെയിലർ കണ്ടപ്പോഴും ഒരു വേറെ ലെവലിലാണ് അത് മേക്കിംഗ് രീതിയിലൊക്കെ എടുത്തിട്ടുള്ള ഒരു കൊലപാതകം നടക്കുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് തത്രമുള്ള കഥാപാത്രം തോന്നുന്നു വിജയ് സേതുപതിയുടേത്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ട് മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കണ്ടപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ജനുവരി 12 2 ഭാഷയിൽ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹിന്ദിയിലും തമിഴിലാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ക്രിസ്മസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനമായി ജനുവരി 12 റിലീസ് ചെയ്യുന്ന മറ്റൊരു മൂവിയാണ് മിഷൻ ചാപ്റ്റർ 1 എന്നാണ് മൂവിയുടെ പേര്. വിജയാണ് ഇതിൽ. വിജയ് ആൻ്റണി അതിൽ പ്രധാന കഥാപാത്രമായി ചെയ്തിട്ടുള്ള ഒരു ഇപ്പോൾ എമിക് ജാക്സൺ, നിമിഷ സജനും ഒരു കഥാപാത്രമായി ചെയ്യുന്നുണ്ട്. ഇത് ഇമോഷണൽ ആയിട്ടുള്ള കഥാപാത്രമാണ്. ഇത് കുറേ മുമ്പ് തന്നെ ഇതിൻ്റെ ടീസർ റിലീസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ട്രെയിലർ റിലീസ് ചെയ്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എനിക്ക് തോന്നി. കാരണം ഒരു എന്താ പറയുക, ഒരു മിഷൻ ചാപ്റ്റർ 1 എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 2 ഭാഗങ്ങളായിട്ട് വരാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് പാർട്ടാണ് നമ്മുടെ ഈ ജനുവരി 12 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ട്രെയിലർ കണ്ടപ്പോൾ ഒരു എന്താ പറയുക, വിദേശ രാജ്യത്ത് ഷൂട്ടിംഗ് നടക്കുന്നത്. എമി ജാക്സൺ ഒരു പോലീസ് കഥാപാത്രമായി ചെയ്തിട്ടുള്ള നമ്മുടെ വിജയ് എന്ന് പറയുന്ന ആ കഥാപാത്രം ഒരു ജയിലിലേക്ക് അകപ്പെടുന്നു. അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ആക്ഷൻ സീക്രട്ട് മൂവി ആയിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് തന്നെയാണ്. അപ്പോൾ ഇത്രയേറെ മൂവികളാണ് ഈ ജനുവരി 11-12 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണ് ഫസ്റ്റ് ഡേ കാണുന്നത് കമൻറ്റ് ബോക്സിൽ എടുത്തുക. ഒന്ന് നമ്മൾ പറയാം, ജനുവരി 11 റിലീസ് ചെയ്യുന്ന മൂവിയാണ് എബ്രാം മോസിൽ എന്നാണ് മൂവിയുടെ പേര്. ജനുവരി 12 നോക്കിക്കഴിഞ്ഞാൽ അയലാൻ എന്ന് പറയുന്ന ശിവകാർത്തിൻ്റെ മൂവി. ക്യാപ്റ്റൻ മില്ലർ ധനുഷ് എന്ന് പറയുന്ന നടൻ്റെ മൂവി. അതുപോലെ തന്നെ ജനുവരി 12 അരുൺ വിജയുടെ മൂവിയാണ്
മിഷൻ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. വിജയ് സേതുപതി കരീന കൈഫ് മൂവിയുടെയാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞ മൂവി. ജനുവരി 12 റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മറ്റൊരു മൂവിയാണ് നമ്മുടെ ഹനുമാൻ എന്ന് പറഞ്ഞ മൂവി. ഇത്തരം മൂവികൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് മൂവിക്കാണ് വെയിറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ പെടുത്തുക. നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.